ഹായ് സ്റ്റുഡൻസ്, സിവിൽ ടിപ്സ് PSCയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വരാൻ പോകുന്ന എക്സാമിന് എക്സ്പെക്റ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസാണ് നോക്കുന്നത്. സിമൻ്റ് എന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസാണ് നോക്കുന്നതും. അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൂടെ കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ലോ ഹീറ്റ് സിമൻറ്റ്. ഓക്കെ, ലോ ഹീറ്റ് സിമൻറ്റിൻ്റെ ക്യാരക്ടറാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ വരുന്നത് ഇനിഷ്യൽ സെറ്റിംഗ് ടൈം ഈസ് എബൌട്ട് 1 hour, ഫൈനൽ സെറ്റിംഗ് ടൈം ഈസ് എബൌട്ട് 10 hour, യൂസ്ഡ് ഫോർ മാസ് കോൺക്രീറ്റ് സ്ട്രക്ചർ, മാസ് കോൺക്രീറ്റ് വർക്ക്. ഓപ്ഷൻ ഡി വരുന്നത് ആൾ ഓഫ് ദീസ്. ഓക്കെ, ഇതിലേതാണ്ട് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആൾ ഓഫ് ദീസ് ആണ്. ഓക്കെ, ആൾ ഓഫ് ദീസ് ആണ്. ഈ പറഞ്ഞതെല്ലാം നമ്മുടെ ലോ ഹീറ്റ് സിമൻറ്റിൻ്റെ ക്യാരക്ടറാണ്. ഈ ലോ ഹീറ്റ് സിമൻറ്റിൽ അതിൻ്റെ ഇനിഷ്യൽ സെറ്റിംഗ് ടൈം എന്ന് പറയുന്നത് എത്രയാണ്? 1 hour തന്നെയാണ്. അതുപോലെ ഫൈനൽ സെറ്റിംഗ് ടൈം എന്ന് പറയുന്നത് 10 മണിക്കൂറാണ്. ദെൻ ഇത് മാസ് കോൺക്രീറ്റ് സ്ട്രക്ചർ, ഡാം പോലുള്ള മാസ് കോൺക്രീറ്റ് സ്ട്രക്ചറിനാണ് ഈ ലോ ഹീറ്റ് സിമൻറ്റ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ വേറെ എന്താണ്, ലോ ഹീറ്റ് സിമൻറ്റിൽ നമ്മുടെ C3A, ട്രൈ കാൽസ്യം അലുമിനേറ്റ്, C3A ഷുഡ് ബി ലെസ് ദാൻ 5% ആണ്. ഓക്കെ, C3A ഷുഡ് ബി ലെസ് ദാൻ 5% ആണ്. ദെൻ അതുപോലെ തന്നെ C2S മോർ ആയിരിക്കും. C2S ആയിരിക്കും ലോ ഹീറ്റ് സിമൻറ്റിൽ മോർ കൂടുതലുണ്ടാവുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ സിമൻറ്റ് മാനുഫാക്ചറിങ് പ്രോസസ്സ് ആഫ്റ്റർ ബേണിംഗ് ദ റോ മെറ്റീരിയൽ അറ്റ് ഹൈ ടെമ്പറേച്ചർ ഈസ് ഫോംഡ്. ഓക്കെ, സിമൻറ്റിൻ്റെ മാനുഫാക്ചറിങ് പ്രോസസ്സിൽ ബേണിങ്ങിലൂടെ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ വരുന്നത് എ ജിപ്സം, ഓപ്ഷൻ ബി അർജിലേഷ്യസ് മെറ്റീരിയൽ, ഓപ്ഷൻ സി ക്ലിങ്കർ, അതുപോലെ ഓപ്ഷൻ ഡി വരുന്നത് ലൈം സ്റ്റോൺ. ഓക്കെ, ഇതിലേതാണ്ട് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ക്ലിങ്കർ ആണല്ലേ. ക്ലിങ്കറാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇവിടെ ക്ലിങ്കറിൻ്റെ ആ ഒരു ഫോർമേഷൻ്റെ ടെമ്പറേച്ചർ എത്രയാണ്? ക്ലിങ്കർ ഫോം ചെയ്യുന്ന ടെമ്പറേച്ചർ എത്രയാണുള്ള? 1500 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഓക്കെ, സിമൻറ്റിൻ്റെ ബേണിംഗ് ടെമ്പറേച്ചർ എത്രയാണ്? സിമൻറ്റിൻ്റെ ബേണിംഗ് ടെമ്പറേച്ചർ വരുന്നത് 1400 to 1500 ഡിഗ്രി സെൽഷ്യസ് ആണ് സിമൻറ്റിൻ്റെ ബേണിംഗ് ടെമ്പറേച്ചർ. നമ്മുടെ ക്ലിങ്കർ ഫോം ചെയ്യുന്നത് 1500 ഡിഗ്രി സെൽഷ്യസിലാണ്. ദെൻ അതുപോലെ തന്നെ നമ്മുടെ സിമൻറ്റ് മാനുഫാക്ചർ ചെയ്യുന്ന കിന്നിൻ്റെ പേര് ഏതാണ്? റോട്ടറി കിന്നാണല്ലേ, റോട്ടറി കിന്നാണ്. ഇനി ആ റോട്ടറി കിന്നിൻ്റെ ഡയമെൻഷൻ എങ്ങനെയാണ്? റോട്ടറി കിന്നിൻ്റെ ഡയമെൻഷൻ വരുന്നത് 90 to 120 മീറ്റർ ലെങ്ത് ആണല്ലേ. 90 to 120 മീറ്റർ ലെങ്ത്. ഓക്കെ, 90 to 120 മീറ്റർ ലെങ്ത് വരുന്നുണ്ട്. 120 മീറ്റർ ആണ്. ഓക്കെ, 120 മീറ്റർ ലെങ്ത്. അതുപോലെ തന്നെ അതിൻ്റെ ഡയമീറ്റർ എത്രയാണ്? ഡയമീറ്റർ 2.5 to 3 മീറ്റർ ആണ്. ഓക്കെ, 2.5 to 3 മീറ്റർ ഡയമീറ്റർ ആണ് ആ റോട്ടറി കിന്നിൻ്റെ ഡയമെൻഷൻ വരുന്നത്. ദെൻ അതിൻ്റെ റൊട്ടേഷൻ എങ്ങനെയാണ്? റൊട്ടേഷൻ വരുന്നത് 1 to 3 RPM ആണ്. ഓക്കെ, 1 to 3 RPM ആണ്. RPMലാണ് അത് റൊട്ടേറ്റ് ചെയ്യുന്നത്. ഓക്കെ, 1 to 3 RPMലാണ് അത് റൊട്ടേറ്റ് ചെയ്യുന്നത്. ഇനി ക്ലിങ്കറിൻ്റെ സൈസ് എങ്ങനെയാണ്? ക്ലിങ്കറിൻ്റെ സൈസ് വരുന്നത് 3 to 20 mm ആണ്. ഓക്കെ, 3 to 20 mm ആണ് ക്ലിങ്കറിൻ്റെ സൈസ്. ഈ ക്ലിങ്കറിൻ്റെ യഥാർത്ഥ പേരെന്താണ്? അതായത് ബേണിംഗ് സോണിൽ നിന്ന് നൊഡ്യൂൾസിനെ കൺവേർട്ട് ചെയ്തിട്ടാണ് ക്ലിങ്കർ ഫോം ചെയ്യുന്നത്. ഓക്കെ, നൊഡ്യൂൾസിനെ കാൽസിനേഷൻ സോണിൽ നിന്ന് നമുക്ക് കിട്ടുന്നതാണ് നൊഡ്യൂൾസ്. ആ നൊഡ്യൂൾസിനെ കൺവേർട്ട് ചെയ്തിട്ടാണ് ഏതുണ്ടാകുന്നത്? ക്ലിങ്കർ ഉണ്ടാകുന്നത്. ആ ക്ലിങ്കർ എന്ന് പറയുന്നത് എന്താണ്? സ്മാൾ ഹാർഡ് ഡാർക്ക് ഗ്രീനിഷ് ബ്ലൂ ബാൾസിനെയാണ് ക്ലിങ്കർ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിങ്കർ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്മാൾ ഹാർഡ് ഡാർക്ക് ഗ്രീനിഷ് ബ്ലൂ ബാൾസ് ആണ് ക്ലിങ്കർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മച്ച് ക്വാണ്ടിറ്റി ഓഫ് ജിപ്സം ഷാൾ ബി ആഡഡ് ടു കൺട്രോൾ ദ സെറ്റിംഗ് ടൈം ഓഫ് പോർട്ട്ലാൻഡ് സിമൻറ്റ് ഡ്യൂറിങ് ഇറ്റ്സ് മാനുഫാക്ചറിങ് പ്രോസസ്സ്. അതായത് സിമൻറ്റിൻ്റെ മാനുഫാക്ചറിങ് പ്രോസസ്സിൽ ജിപ്സം എത്ര പെർസെൻറ്റേജ് ആണ് ചോദിച്ചിരിക്കുന്നത്. എത്രയാണ് ഓപ്ഷൻ വരുന്നത്? 20 to 25%, 25 to 30%, 3 to 5%, 15%. ഏതാണ്ട് ആൻസർ വരുന്നത് 3 to 5% ആണ്. ഓക്കെ, നമ്മൾ ക്ലാസ്സിൽ നോക്കിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ജിപ്സം 3 to 4% എന്നാണ്. ഇവിടെ ഓപ്ഷൻ വൈസ് നോക്കുമ്പോൾ 3 to 5% ആണ് ആൻസർ. ഇനി ലൈം ആണെങ്കിലോ, ലൈം എത്ര പെർസെൻറ്റേജ് ആണ്? ലൈം 62 to 67% ആണ്. ദെൻ സിലിക്ക ആണെങ്കിലോ, സിലിക്ക 17 to 25% ആണ്. ദെൻ അലുമിന 3 to 8% ആണ്. ജിപ്സം 3 to 4% ആണ്. അയൺ ഓക്സൈഡ് 3 to 4% ആണ്. മഗ്നീഷ്യ 1 to 3% ആണ്. സൾഫർ 1 to 3% ആണ്. ആൽക്കലീസ് 0.2 to 1% ആണ്. ഓക്കെ, ഈ സിമൻറ്റിലുള്ള ഇൻഗ്രീഡിയൻസും അതുപോലെ തന്നെ നമ്മുടെ ബ്രിക്കിലുള്ള ഇൻഗ്രീഡിയൻസും നമ്മൾ മാറിപ്പോലെ. ബ്രിക്കിൽ ഇൻഗ്രീഡിയൻസ് കുറവാണ്, അതിന് ഒരു കോഡൊക്കെ ഉണ്ട്, അത് നമ്മൾ വീഡിയോ ക്ലാസ്സിൽ പറഞ്ഞതാണ്. അതുപോലെ തന്നെ സിമൻറ്റിൻ്റെ ഓർമ്മിക്കാനായിട്ട് ലൈം സിമൻറ്റിൽ കൂടുതലാണെന്ന് ഓർക്കുക.
സോ ആദ്യം ലൈം തുടങ്ങുന്നു, ദെൻ സിലിക്ക അലുമിന. ഓക്കെ, ലൈം, സിലിക്ക, അലുമിന, അത് മൂന്നും കഴിഞ്ഞിട്ട് ഈ ജിപ്സം, അയൺ ഓക്സൈഡ്, മെഗ്നീഷ്യ, അത് മൂന്നും ഓർത്തിരിക്കാൻ വേണ്ടി GIM, ജിം എന്ന ആ ഒരു കോഡിൽ ഓർമ്മിച്ചെടുത്താൽ മതി. ലൈം, സിലിക്ക, അലുമിന, അത് കഴിഞ്ഞിട്ട് GIM, ജിം. ആ ജിമ്മിൽ G എന്ന് പറഞ്ഞാൽ ജിപ്സം, I എന്ന് പറഞ്ഞാൽ അയൺ ഓക്സൈഡ്, M എന്ന് പറഞ്ഞാൽ മെഗ്നീഷ്യ, ദെൻ അത് കഴിഞ്ഞ് സൾഫർ, ആൽക്കലീസ്. ഓക്കെ, അങ്ങനെ ഓർത്തിരിക്കുക. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആസ്ബസ്റ്റോസ് സിമൻറ്റ്. ആസ്ബസ്റ്റോസ് സിമൻറ്റ് എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ A വരുന്നത് ബ്രിട്ടിലാണ്, ഓപ്ഷൻ B വാർപ്പ് ഡ്യൂ ടു ചേഞ്ചസ് ഇൻ ഹ്യൂമിഡിറ്റി, C വരുന്നത് സ്ട്രെങ്ത് ഈസ് ലോവേഡ് വെൻ സാച്ചുറേറ്റഡ് ബൈ വാട്ടർ, ഓപ്ഷൻ D വരുന്നത് ആൾ ഓഫ് ദി എബോവ്. ഏതാണ് ആൻസർ? ആസ്ബസ്റ്റോസ് സിമൻറ്റ്. ആൻസർ വരുന്നത് ഓപ്ഷൻ D, ആൾ ഓഫ് ദി എബോവ് ആണ്. ഓക്കെ, അതായത് ആസ്ബസ്റ്റോസ് സിമൻറ്റ് എന്ന് പറയുന്നത് ബ്രിട്ടിലാണ്, അതുപോലെ ഹ്യൂമിഡിറ്റി ചേഞ്ച് കാരണം അതിന് വാർപ്പിംഗ് സംഭവിക്കാറുണ്ട്, അതുപോലെ തന്നെ സ്ട്രെങ്ത് ഈസ് ലോവേഡ് വെൻ സാച്ചുറേറ്റഡ് ബൈ വാട്ടർ ആണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആൻസർ ആൾ ഓഫ് ദി എബോവ് ആണ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് P ഈസ് ദ പെർസെൻറ്റേജ് ഓഫ് വാട്ടർ റെക്കോർഡ് ഫോർ നോർമൽ കൺസിസ്റ്റൻസി, ദെൻ വാട്ടർ ടു ബി ആഡഡ് ഫോർ ഡിറ്റർമിനേഷൻ ഇനിഷ്യൽ സെറ്റിംഗ് ടൈം. ഓക്കെ, ഇനിഷ്യൽ സെറ്റിംഗ് ടൈമിന് നമ്മുടെ കൺസിസ്റ്റൻസിയിൽ എത്ര പിയുടെ പെർസെൻറ്റേജ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, കൺസിസ്റ്റൻസി ടെസ്റ്റിൽ പിയുടെ പെർസെൻറ്റേജ് ആണ് ചോദിച്ചിരിക്കുന്നത്. എത്രയാണ് പിയുടെ പെർസെൻറ്റേജ്? കൺസിസ്റ്റൻസി ടെസ്റ്റിൽ ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ A 0.72 P ഉണ്ട്, ഓപ്ഷൻ B അത് B ആണ് കേട്ടോ, ഓപ്ഷൻ B 0.75 P, ദെൻ ഓപ്ഷൻ C 0.80 P, ദെൻ ഓപ്ഷൻ D വരുന്നത് 0.85 P. ഓക്കെ, ഇതിലേതാണ് ആൻസർ വരുന്നത് ഓപ്ഷൻ D 0.85 P ആണ്. ഓക്കെ, 0.85 P ആണ് ആൻസറായിട്ട് വരുന്നത്. നമ്മുടെ കൺസിസ്റ്റൻസി ടെസ്റ്റിൽ നമ്മൾ സെറ്റിംഗ് ടൈം ടെസ്റ്റ് ചെയ്യാനായിട്ടുള്ള ആ ഒരു പെർസെൻറ്റേജാണ് പറഞ്ഞത്. കൺസിസ്റ്റൻസി ടെസ്റ്റ് ആണെങ്കിൽ 0.85 P യും, അതുപോലെ സൗണ്ട്നെസ് ടെസ്റ്റ് ആണെങ്കിൽ 0.78 P എന്ന് ഓർമ്മിക്കുക. ഇതിൽ നിങ്ങൾക്ക് ഓർമ്മിക്കാനായിട്ട് ഈ സൗണ്ട്നെസ് ടെസ്റ്റിൽ S എന്ന ലെറ്റർ ഉണ്ടല്ലോ, സോ S എന്ന ലെറ്റർ ഉള്ളത് കൊണ്ട് 7 എന്ന് ഓർമ്മിക്കുക. സൗണ്ട്നെസ് ടെസ്റ്റ് 7.78 P. സൗണ്ട്നെസ് ടെസ്റ്റിനാണ് 0.78 P ഉള്ളത്, പെർസെൻറ്റേജ് ഉള്ളത്. ദെൻ അതുപോലെ സെറ്റിംഗ് ടൈമിൻ്റെതാണ് ചോദിച്ചിരിക്കുന്നത് ഇങ്ങനെ ഓർമ്മിച്ചാൽ മതി. സെറ്റിംഗ് ടൈം എന്ന് പറയുന്നത് കൺസിസ്റ്റൻസി ടെസ്റ്റിലാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, കൺസിസ്റ്റൻസി ടെസ്റ്റിൽ നമ്മൾ വൈക്കാറ്റ് അപ്പാരറ്റസ് ആണ് ചെയ്യുന്നത്. സോ അതിൽ 0.85 വരും എന്ന് ഓർമ്മിച്ചിരുന്നാൽ മതി. ഓക്കെ, സൗണ്ട്നെസ് ടെസ്റ്റിലാണ് 7 വരുന്നത്, എസ്സിൽ 7 വരും, അങ്ങനെ ഓർത്തിരിക്കുക. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്യൂബ് സൈസ് റെക്കമെൻഡഡ് ഫോർ ടെസ്റ്റിംഗ് ദ കംപ്രസീവ് സ്ട്രെങ്ത് ഓഫ് സിമൻറ്റ് ആസ് പെർ IS 4031 പാർട്ട് 6. ഓക്കെ, നമ്മൾ കംപ്രസീവ് സ്ട്രെങ്തിൽ നമ്മൾ ക്യൂബ് സ്പെസിമെനാണ് ഉപയോഗിക്കുന്നത്. കംപ്രഷൻ ടെസ്റ്റിന് ക്യൂബ് സ്പെസിമെനാണ് ഉപയോഗിക്കുന്നത്. ആ ക്യൂബ് സ്പെസിമെൻ്റെ സൈസാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ A വരുന്നത് 15 സെൻറ്റിമീറ്റർ, ഓപ്ഷൻ B 50 സെൻറ്റിമീറ്റർ, ഓപ്ഷൻ C 13.54 mm, ദെൻ ഓപ്ഷൻ D വരുന്നത് 70.6 mm ആണ്. ഓക്കെ, ഇവിടെ ആൻസർ ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ D 70.6 mm ആണ്. ഓക്കെ, 6 mm ആണ്. ഇനി ഇത് സെൻറ്റിമീറ്ററിലാണെങ്കിൽ എങ്ങനെ വരും? 7.06 സെൻറ്റിമീറ്റർ എന്ന് വരും. ഓക്കെ, സെൻറ്റിമീറ്ററിലാണെങ്കിൽ 7.06 സെൻറ്റിമീറ്റർ എന്ന് വരും, mmലാണെങ്കിൽ 70.6 mm എന്ന് വരും. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the compound of Portland cement which contribute the strength after 2 to 3 years. ഓക്കെ, പോർട്ട്ലാൻഡ് സിമൻറ്റിൽ 2 to 3 ഇയർ സ്ട്രെങ്ത് ആകാൻ വേണ്ടിയിട്ടുള്ള കോമ്പൗണ്ട് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ വരുന്നത് A ട്രൈകാൽസ്യം സിലിക്കേറ്റ്, ഓപ്ഷൻ D ഡൈകാൽസ്യം സിലിക്കേറ്റ്, ഓപ്ഷൻ C ട്രൈകാൽസ്യം അലുമിനേറ്റ്, ഓപ്ഷൻ D വരുന്നത് ടെട്രാ കാൽസ്യം അലുമിനോ ഫോറേറ്റ്. ഓക്കെ, ഇതിലേതാണ് ആൻസർ വരുന്നത്? ആൻസർ വരുന്നത് ഓപ്ഷൻ B ഡൈകാൽസ്യം സിലിക്കേറ്റ് ആണ്. ഓക്കെ, ഓപ്ഷൻ B ഡൈകാൽസ്യം സിലിക്കേറ്റ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഈ ഡൈകാൽസ്യം സിലിക്കേറ്റ് നമ്മൾ ഏതിലാണ് പഠിച്ചിട്ടുള്ളത്? സിമൻറ്റിൻ്റെ ബോക്സ് കോമ്പൗണ്ടിലാണ് പഠിച്ചിട്ടുള്ളത്. അതിലോട്ട് വരുമ്പോൾ നമ്മുടെ ഡൈകാൽസ്യം സിലിക്കേറ്റ് എന്ന് പറയുന്നത് C2S ആണ്. C2S ഫോം ചെയ്യാനായിട്ട് ഏകദേശം 1 ഇയർ വരെ എടുക്കും, 1 വർഷം വരെ എടുക്കുമല്ലേ. സോ അതാണ് ഇവിടെ ആൻസറായിട്ട് വരുന്നത്. ഇവിടെ തന്നെ ട്രൈകാൽസ്യം സിലിക്കേറ്റ് എന്ന് പറയുന്നത് C3S ആണ്. അത് ഒരു 7 ദിവസത്തിനുള്ളിൽ ഫോം ചെയ്യും. ഓക്കെ, 7 ദിവസത്തിനുള്ളിൽ ഫോം ചെയ്യും. ദെൻ അതുപോലെ ടെട്രാ കാൽസ്യം അലുമിനോ ഫെറൈറ്റ് ഏകദേശം 24 മണിക്കൂറിനുള്ളിൽ ഫോം ചെയ്യും. 24 മണിക്കൂറോ അല്ലെങ്കിൽ 24 മണിക്കൂർ കഴിഞ്ഞിട്ടോ ഫോം ചെയ്യും. C3A അതായത് ട്രൈകാൽസ്യം അലുമിനേറ്റ് 24 മണിക്കൂറിനുള്ളിൽ തന്നെ ഫോം ചെയ്യും.
ഓക്കെ, ഈ C3Aയും C4AFും ഏകദേശം 24 മണിക്കൂറിനുള്ളിൽ തന്നെ ഫോം ചെയ്യും. C3S എന്ന് പറയുന്നത് 7 ദിവസത്തിനുള്ളിൽ ഫോം ചെയ്യും. C2S ആണെങ്കിൽ ഒരു വർഷം വരെ എടുക്കും. ഓക്കെ, സോ ഇവിടെ ആൻസർ ഡൈകാൽസ്യം സിലിക്കേറ്റ് ആണ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ equipment used for determining the standard consistency of cement. സിമെൻറ്റിൻ്റെ സ്റ്റാൻഡേർഡ് കൺസിസ്റ്റൻസി കണ്ടുപിടിക്കാനുള്ള equipment ആണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ വരുന്നത് ഏതാണ്? വൈക്കാറ്റ് അപ്പാരറ്റസ്, ഓപ്ഷൻ ബി സ്ലംബ് ടെസ്റ്റ്, ഓപ്ഷൻ സി ലേഷാലിയർ അപ്പാരറ്റസ്, ഓപ്ഷൻ ഡി പ്രോക്ടർ നീഡിൽ. ഇതേതാണ് ആൻസർ? ആൻസർ വരുന്നത് ഓപ്ഷൻ എ വൈക്കാറ്റ് അപ്പാരറ്റസ്. ഓക്കെ, വൈക്കാറ്റ് അപ്പാരറ്റസ്. ഇവിടെ നിങ്ങൾക്ക് ഓർമ്മിക്കാനായിട്ട് കൺസിസ്റ്റൻസി ടെസ്റ്റാണ് ചോദിച്ചിരിക്കുന്നത്. സോ VC എന്ന് പഠിക്കുക. ഓക്കെ, VC നമ്മൾ VC എന്ന് ഓർമ്മിച്ചാൽ മതി. ഓക്കെ, VC എന്ന് ഓർമ്മിക്കുക. സോ വൈക്കാറ്റ് അപ്പാരറ്റസ് വരുന്നത് കൺസിസ്റ്റൻസി ടെസ്റ്റിനാണ്. ഓക്കെ, വൈക്കാറ്റ് അപ്പാരറ്റസ് കൺസിസ്റ്റൻസി ടെസ്റ്റിനാണ് വരുന്നത്. VC എന്ന് ഓർക്കുക. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഡ്രൈ പ്രോസസ് ഓഫ് മിക്സിംഗ് ഈസ് യൂഷ്വലി എംപ്ലോയിഡ് ഇൻ ദ മാനുഫാക്ചർ ഓഫ് പോർട്ട്ലാൻഡ് സിമൻറ്റ് വെൻ ദ റോ മെറ്റീരിയൽ ഈസ്. അതായത് നമ്മുടെ പോർട്ട്ലാൻഡ് സിമൻറ്റിൻ്റെ മാനുഫാക്ചറിങ് ഡ്രൈ പ്രോസസ്സ് നടക്കുന്നത് ഏതൊക്കെ റോ മെറ്റീരിയൽസ് ആകുമ്പോഴാണ്? അതായത് ഡ്രൈ പ്രോസസ് ഓഫ് മിക്സിംഗ് ഈസ് യൂഷ്വലി എംപ്ലോയിഡ് ഇൻ ദ മാനുഫാക്ചർ ഓഫ് പോർട്ട്ലാൻഡ് സിമൻറ്റ് വെൻ റോ മെറ്റീരിയൽ അവിടെ ഏതൊക്കെയാണ് യൂസ് ചെയ്യുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ചോക്ക്, ഓപ്ഷൻ ബി ക്ലേ, ഓപ്ഷൻ സി ബ്ലാസ്റ്റ് ഫർണൈസ് സ്ലാഗ്, ഓപ്ഷൻ ഡി ആൾ ഓഫ് ദി എബോവ്. ഇതിൽ ഏതാണ്ട് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ബ്ലാസ്റ്റ് ഫർണൈസ് സ്ലാഗാണ് അവിടെ നമ്മുടെ റോ മെറ്റീരിയലായിട്ട് എടുക്കുന്നത്. ഓക്കെ, ബ്ലാസ്റ്റ് ഫർണൈസ് സ്ലാഗാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെലക്ട് ദ കറക്റ്റ് ഓപ്ഷൻ. സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. സെലക്ട് ദ കറക്റ്റ് ഓപ്ഷൻ ഫോർ ദ ഗിവൺ സ്റ്റേറ്റ്മെൻറ്റ് റിലേറ്റഡ് ടു ദ ഫീൽഡ് ടെസ്റ്റ് ഓഫ് സിമൻറ്റ്. സ്റ്റേറ്റ്മെൻറ്റ് 1, വെൻ യു ഇൻസേർട്ട് യുവർ ഹാൻഡ് ഇൻ എ ബാഗ് ഓഫ് സിമൻറ്റ് ഇറ്റ് ഷുഡ് ഗിവ് യു എ ഹോട്ട് ഫീലിംഗ്. സ്റ്റേറ്റ്മെൻറ്റ് 2, ഇൻ adulteration test take a pinch of cement and feel between the finger. It should give a smooth feeling and not a gritty feeling. ഓക്കെ, ഇതിൽ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഏതെന്നാണ് ചോദിച്ചിരുന്നത്. കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് പിക്ക് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണോ? വെൻ യു ഇൻസേർട്ട് യുവർ ഹാൻഡ് ഇൻ എ ബാഗ് സിമൻറ്റ് ഇറ്റ് ഷുഡ് ഗിവ് യു എ ഹോട്ട് ഫീലിംഗ്. ഹോട്ട് ഫീലിംഗ് ആണ് നമുക്ക് തരുന്നത്? ഇല്ല, കൂൾ ഫീലിംഗ് ആണ് തരുന്നത്. കൂളിംഗ് ആണ് അവിടെ കിട്ടേണ്ടത്. സോ സ്റ്റേറ്റ്മെൻറ്റ് 1 റോങ് ആണ്. ദെൻ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് നമ്മൾ ഫിംഗറിലിട്ട് റബ്ബ് ചെയ്യുമ്പോഴത്തേക്കും ഒരു സ്മൂത്ത് ഫീലിംഗ് ആയിരിക്കും അല്ലേ? സോ അത് രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. സോ ആൻസർ ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. സ്റ്റേറ്റ്മെൻറ്റ് 1 ഫാൾസ് ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ് 2 ഈസ് ട്രൂ ആണ്. ഓക്കെ, സ്റ്റേറ്റ്മെൻറ്റ് 2 ഈസ് ട്രൂ ആണ് ആൻസർ വരുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ക്ലിങ്കർ ഈസ് ഫോംഡ് അറ്റ് ടെമ്പറേച്ചർ. ക്ലിങ്കർ ഫോം ചെയ്യുന്ന ടെമ്പറേച്ചർ ഏതാണ്? നമുക്കറിയാം 1500 ഡിഗ്രി സെൽഷ്യസ് ആണ്. ദെൻ natural cement is obtained by burning and crushing the stones containing. ഓക്കെ, ഓപ്ഷൻ വരുന്നത് ക്ലേ, കാർബണേറ്റ് ഓഫ് ലൈം, കാർബണേറ്റ് ഓഫ് മഗ്നീഷ്യ, ആൾ ഓഫ് ദീസ്. ഏതാണ് ആൻസർ? ഇതൊക്കെ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞതാണ്. സോ ആൻസർ വരുന്നത് ആൾ ഓഫ് ദീസ് ആണ്. ഓക്കെ, ആൾ ഓഫ് ദീസ് ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ കളർ ഓഫ് നാച്ചുറൽ സിമൻറ്റ്. നാച്ചുറൽ സിമൻറ്റിൻ്റെ കളർ ഏതാണടാ? ആൻസർ വരുന്നത് ബ്രൗൺ ആണ്. ഓക്കെ, ബ്രൗൺ ആണ് നാച്ചുറൽ സിമൻറ്റിൻ്റെ കളർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ കൺസിസ്റ്റൻസി ടെസ്റ്റ് ഈസ് പെർഫോംഡ് ടു ഫൈൻഡ്. കൺസിസ്റ്റൻസി ടെസ്റ്റ് ഞാൻ പറഞ്ഞു, എങ്ങനെ ഓർമ്മിക്കണമെന്നൊക്കെ ഞാൻ പറഞ്ഞു. അപ്പോൾ ഓപ്ഷൻ നോക്കാം. ദ ഫൈനസ് ഓഫ് സിമൻറ്റ്, ദ കംപ്രസീവ് സ്ട്രെങ്ത്, കറക്റ്റ് വാട്ടർ സിമൻറ്റ് റേഷ്യോ. ഓക്കെ, കറക്റ്റ് വാട്ടർ സിമൻറ്റ് റേഷ്യോ. കൺസിസ്റ്റൻസി ടെസ്റ്റ് നമ്മൾ എന്തിനാണ് ചെയ്യുന്നത്? കൺസിസ്റ്റൻസി ടെസ്റ്റ് നമ്മൾ വൈക്കാറ്റ് അപ്പാരറ്റസ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. എന്തിനാണ് ചെയ്യുന്നത്? ഓപ്ഷൻ വരുന്നത് സി ആണ്. കറക്റ്റ് വാട്ടർ സിമൻറ്റ് റേഷ്യോ കണ്ടെത്താനാണ് നമ്മൾ കൺസിസ്റ്റൻസി ടെസ്റ്റ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ടൈപ്പ് ഓഫ് സിമൻറ്റ് യൂസ്ഡ് ഇൻ ദ കൺസ്ട്രക്ഷൻ ഓഫ് റിഫൈനറീസ് ആൻഡ് ആസിഡ് സ്ട്രക്ചർ. ആസിഡ് സ്ട്രക്ചറിലും റിഫൈനറീസിലൊക്കെ നമ്മൾ കൺസ്ട്രക്ഷൻ ഉപയോഗിക്കുന്ന സിമൻറ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ വരുന്നത് ലോ ഹീറ്റ് സിമൻറ്റ്, റാപ്പിഡ് ഹാർഡനിങ് സിമൻറ്റ്, ഹൈ അലുമിന സിമൻറ്റ്, എക്സ്പാൻസീവ് സിമൻറ്റ്. ആൻസർ ഏതാണ്? ആൻസർ ഹൈ അലുമിന സിമൻ്റ് ആണ് അല്ലേ? ഹൈ അലുമിന സിമൻ്റ് ആണ് നമ്മൾ റിഫൈനറീസിലൊക്കെ ഉപയോഗിക്കുന്നത്. ഇവിടെ ഹൈ അലുമിന സിമൻറ്റിൻ്റെ അതിലുള്ള റോ മെറ്റീരിയൽസ് എന്തൊക്കെയാണ്? ലൈം സ്റ്റോൺ. ഓക്കെ, ലൈം സ്റ്റോണും ദെൻ ബോക്സൈറ്റാണ്. ഓക്കെ, ബോക്സൈറ്റും ആണ് നമ്മുടെ ഹൈ അലുമിന സിമൻറ്റിൻ്റെ റോ മെറ്റീരിയലായിട്ട് പറയുന്നത്. ഓക്കെ, ഏതൊക്കെയാണ്? ലൈം സ്റ്റോണും ബോക്സൈറ്റും ആണ്. ദെൻ അവിടെ
അലുമിനിയുടെ കണ്ടൻറ്റ് എത്രക്കാളും കുറയാൻ പാടില്ലെന്നാണ് പറയുന്നത്. ഷുഡ് നോട്ട് ബി ലെസ് ദാൻ 32% ആണ്. അലുമിനിയുടെ കണ്ടൻറ്റ് 32%-നേക്കാളും കുറയാൻ പാടില്ല. അതായത് ഹൈ അലുമിന സിമെൻറ്റിൽ അലുമിനിയുടെ കണ്ടൻറ്റ് ഷുഡ് നോട്ട് ബി ലെസ് ദാൻ 32%. 32%-നേക്കാളും കുറയാൻ പാടില്ല. അതുപോലെ തന്നെ അതിൻ്റെ ഇനിഷ്യൽ സെറ്റിംഗ് ടൈം എത്രയാണ്? ഇനിഷ്യൽ സെറ്റിംഗ് ടൈം വരുന്നത് 3.5 അവേഴ്സാണ്. ഓക്കെ, ഇനിഷ്യൽ സെറ്റിംഗ് വരുന്നത് 3.5 അവേഴ്സാണ്. ഫൈനൽ സെറ്റിംഗ് ടൈം എന്ന് പറയുന്നത് 5 മണിക്കൂറാണ്. ഓക്കെ, ഫൈനൽ സെറ്റിംഗ് ടൈം 5 മണിക്കൂറും ഇനിഷ്യൽ സെറ്റിംഗ് ടൈം 3.5 അവേഴ്സുമാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഈസ് നോട്ട് സ്യൂട്ടബിൾ ഫോർ ഗുഡ് സിമെൻറ്റ്? താഴെ തന്നിരിക്കുന്നവയിൽ ഗുഡ് സിമെൻറ്റിന് സ്യൂട്ടബിൾ അല്ലാത്തത് ഏതാണ് പിക്ക് ചെയ്യേണ്ടത്? ഓപ്ഷൻ വരുന്നത് സ്റ്റിഫ്നെസ് ഓർ ഹാർഡ്നെസ് ഈസിലി, ഇറ്റ് പൊസസസ് എ ഗുഡ് പ്ലാസ്റ്റിസിറ്റി, ഇറ്റ് ഈസ് നോട്ട് ഈസിലി വർക്കബിൾ, ഇറ്റ് ഗീവ്സ് സ്ട്രെങ്ത് ടു മേസൺറി. ഏതാണടാ ഗുഡ് സിമെൻറ്റിൻ്റെ സ്യൂട്ടബിൾ അല്ലാത്ത കാര്യമാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ സി, ഇറ്റ് ഈസ് നോട്ട് ഈസിലി വർക്കബിൾ ആണ്. ഓക്കെ, ഇറ്റ് ഈസ് നോട്ട് ഈസിലി വർക്കബിൾ, അതാണ് സ്യൂട്ടബിൾ അല്ലാത്ത സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ മറൈൻ ആൻഡ് ഹാർബർ വർക്ക് ദ പ്രിഫറബിൾ സിമെൻറ്റ് ഈസ്. മറൈൻ ആൻഡ് ഹാർബർ വർക്കിൽ പ്രിഫറബിൾ സിമെൻറ്റ് ഏതാണ് ചോദിച്ചിരിക്കുന്നത്? ഓപ്ഷൻ വരുന്നത് ഓർഡിനറി പോളാൻഡ് സിമെൻറ്റ്, നാച്ചുറൽ സിമെൻറ്റ്, അതുപോലെ വൈറ്റ് സിമെൻറ്റ്. ഓപ്ഷൻ ഡി വരുന്നത് സൾഫേറ്റ് റെസിസ്റ്റിംഗ് സിമെൻറ്റ്. ഓക്കെ, ഇതിലേതാണ് മറൈൻ വർക്കിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന സിമെൻറ്റ് ഏതാണ്? ഓപ്ഷൻ ഡി സൾഫേറ്റ് റെസിസ്റ്റിംഗ് സിമെൻ്റ് ആണ് ആൻസർ. ഓക്കെ, മറൈൻ വർക്കിനും അതുപോലെ തന്നെ ഹാർബർ ഇവിടെയൊക്കെ നമ്മൾ സൾഫേറ്റ് റെസിസ്റ്റിംഗ് സിമെൻ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ സൾഫേറ്റ് റെസിസ്റ്റിംഗ് സിമെൻറ്റിൽ, അതായത് ഈ ഓപ്ഷൻ വൈസ് നോക്കുമ്പോൾ സൾഫേറ്റ് റെസിസ്റ്റിംഗ് സിമെൻ്റ് ആണ്. അവിടെ നമ്മൾ C3A ഷുഡ് ബി ലെസ് ദാൻ 5% ആണ്. ഓക്കെ, C3A സൾഫേറ്റ് റെസിസ്റ്റിംഗ് സിമെൻറ്റിൽ C3A ഷുഡ് ബി ലെസ് ദാൻ 5% ആണ്. ഓക്കെ, ഷുഡ് ബി ലെസ് ദാൻ 5%, അതായത് 5%-നേക്കാളും കുറഞ്ഞിരിക്കണം C3A. ഓക്കെ, ദെൻ അതുപോലെ തന്നെ സൾഫേറ്റ് റെസിസ്റ്റിംഗ് സിമെൻറ്റ് ഹൈ സൾഫേറ്റ് റെസിസ്റ്റൻസ് ആണ്, അതൊക്കെ നമുക്കറിയാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ സ്ട്രെങ്ത് ഓഫ് ഓർഡിനറി സിമെൻറ്റ് ഈസ് ഡാഷ് ദാൻ ദ വൈറ്റ് സിമെൻറ്റ്. ഓക്കെ, വൈറ്റ് സിമെൻറ്റിനെക്കാളും ഓർഡിനറി സിമെൻറ്റിൻ്റെ സ്ട്രെങ്ത് ആണ് ചോദിച്ചിരിക്കുന്നത്. ദ സ്ട്രെങ്ത് ഓഫ് ഓർഡിനറി സിമെൻറ്റ് ഈസ് ദാൻ വൈറ്റ് സിമെൻറ്റ്. വൈറ്റ് സിമെൻറ്റിനെക്കാളും എങ്ങനെയാണ് ചോദിച്ചിരിക്കുന്നത്? ആൻസർ വരുന്നത് ഏതാണ്ട്? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ലെസ് ആണ്. ഓക്കെ, വൈറ്റ് സിമെൻറ്റിനെക്കാളും സ്ട്രെങ്ത് ഓഫ് ഓർഡിനറി സിമെൻറ്റ് ഈസ് ലെസ് ദാൻ വൈറ്റ് സിമെൻറ്റ്. വൈറ്റ് സിമെൻറ്റിനെക്കാളും സ്ട്രെങ്ത് കുറവാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വെൻ cement is tested for fineness by Blaine's air permeability method as described in IS 4031-1968, the specific surface of cement shall not be less than. ഓക്കെ, നമ്മൾ സ്പെസിഫിക് സർഫേസ് പഠിച്ചിട്ടുണ്ട്. അത് എത്ര ഷാൾ നോട്ട് ബി ലെസ് ദാൻ എന്ന് പറഞ്ഞിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഏതാണ്ട്? ആൻസർ ഓപ്ഷൻ വരുന്നത് 225 mm²/kg അല്ലെങ്കിൽ 2250 × 10⁻² ആണ് കേട്ടോ. അത് 10⁻² mm²/kg ആണ്. അതുപോലെ ഓപ്ഷൻ 3C വരുന്നത് 225 × 10⁻⁴ ആണ്. 10⁻⁴ ആണ് കേട്ടോ, 10⁻⁴ ആണ്. അതുപോലെ 225 × 10⁻�6 mm²/kg ആണ്. ഇതിലേതാണ് ആൻസർ? ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. അതായത് 225 × 10⁻�6 mm². 10⁻�6 ആണ് കേട്ടോ, 10⁻�6 mm²/kg ആണ്. ഓക്കെ, നമ്മൾ ഇവിടെ എത്രയെന്നാണ് പഠിച്ചിട്ടുള്ളത്? നമ്മൾ 2250 cm² എന്നാണ് പഠിച്ചിട്ടുള്ളത്. 2250 cm² എന്നാണ് പഠിച്ചിട്ടുള്ളത്. ഇവിടെ mm²/kg ആൻസർ ചോദിച്ചിരിക്കുന്നത്. സോ 225 × 10⁻�6 എന്ന് വരും. ഓക്കെ, 225 × 10⁻�6 ആണ്. ഓക്കെ, 10⁻�6 mm²/kg എന്ന ആൻസർ വരും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the quantity of water is referred as standard consistency when penetration of plunger is dash from top and dash from bottom. Okay, ഏതാണ് ആൻസർ? ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഓപ്ഷൻ വരുന്നത് 33 to 35 mm and 5 to 7 mm, 38 to 45 mm and 5 to 7 mm, 33 to 35 mm and 8 to 9 mm and 38 to 45 mm and 8 to 9 mm. ഇതിലേതാണ് ആൻസർ? ആൻസർ വരുന്നത് ഓപ്ഷൻ എ. ഓപ്ഷൻ എ 33 to 35 mm and 5 to 7 mm ആണ്. ഇത് നിങ്ങൾ ഇതിന് ആൻസർ ചെയ്യുമ്പോൾ ഈ ടോപ്പും ബോട്ടവും ഈ ഒരു ക്രമത്തിലാണോ എന്ന് കിടക്കുന്നതെന്ന് നോക്കണം.
ഓക്കെ, ടോപ്പിലെന്നാണെങ്കിൽ 33 മുതൽ 35 mm ബോട്ടത്തിലാണെങ്കിൽ 5 to 7 mm ആണ് ആൻസർ. ഓക്കെ, ഈ ടോപ്പും ബോട്ടവും അതിൻ്റെ ക്രമം കൂടെ നോക്കിയിട്ട് വേണം ഇതിന് ആൻസർ ചെയ്യാൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കൺസിഡർ ദ ഫോളോവിങ് സ്റ്റേറ്റ്മെൻറ്റ്. ഹൈഡ്രോഗ്രാഫിക് സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടെന്ന് പറയുന്നത് ഹൈഡ്രോഗ്രാഫിക് സിമൻറ്റ് ഗ്രെയിൻസ് പൊസസസ് ദ ലോ മെൽറ്റിംഗ് എബിലിറ്റി. സ്റ്റേറ്റ്മെൻറ്റ് 2, റാപ്പിഡ് ഹാർഡനിങ് സിമൻറ്റ് ഈസ് യൂസ്ഫുൾ ഇൻ കോൺക്രീറ്റിംഗ് അണ്ടർ സ്റ്റാറ്റിക് ഓർ റണ്ണിംഗ് വാട്ടർ. 3 വരുന്നത് ക്വിക്ക് സെറ്റിംഗ് സിമൻറ്റ് ഹെൽപ്സ് ദ കോൺക്രീറ്റ് ടു അറ്റൈൻ ഹൈ സ്ട്രെങ്ത് ഇൻ ദ ഇനിഷ്യൽ പീരീഡ്. 4 വരുന്നത് വൈറ്റ് സിമൻറ്റ് ഈസ് ജസ്റ്റ് എ വെറൈറ്റി ഓഫ് ഓർഡിനറി സിമൻറ്റ് ഫ്രീ ഓഫ് കളറിംഗ് ഓക്സൈഡ്. ക്വസ്റ്റ്യൻ, ഇതിൽ ഏത് സ്റ്റേറ്റ്മെൻറ്റ് വിച്ച് ഓഫ് ദ എബോവ് സ്റ്റേറ്റ്മെൻറ്റ് ആർ കറക്റ്റ്? ഏത് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇതിലെ ആൻസർ ഏതാണ്ട് ആദ്യത്തത് ഹൈഡ്രോഫോബിക് സിമൻറ്റ് ഗ്രെയിൻസ് പൊസസസ് ലോ വെറ്റിംഗ് അബിലിറ്റി. ഇതിൽ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. ഓക്കെ, ഓപ്ഷൻ എ 1 and 4 ഓൺലി. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റും 4ാമത്തെ സ്റ്റേറ്റ്മെൻറ്റുമാണ് കറക്റ്റ്. ഓക്കെ, ഹൈഡ്രോഫോബിക് സിമൻറ്റിന് എങ്ങനെയാണ് അതിന് ലോ വെറ്റിംഗ് അബിലിറ്റി ആണുള്ളത് അല്ലേ? ഹൈഡ്രോഫോബിക് സിമൻറ്റിന് ലോ വെറ്റിംഗ് അബിലിറ്റി ആണുള്ളത്. അതുപോലെ തന്നെ ഈ ഹൈഡ്രോഫോബിക് സിമൻറ്റിലുള്ള ആഡ്മിക്സ്ചർ ഏതൊക്കെയാണ് അതും ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. ഹൈഡ്രോഫോബിക് സിമൻറ്റിലുള്ള ആഡ്മിക്സ്ചർ എന്ന് പറയുന്നത് പെട്രോളിയം വരുന്നു, പിന്നെ നാഫ്തീൻ വരുന്നു, അതുപോലെ തന്നെ ഓലിയാക് ആസിഡ് വരുന്നു, അസിഡോൾ വരുന്നു. ഓക്കെ, ഏതൊക്കെയാണ്? പെട്രോളിയം വരുന്നു, നാഫ്തീൻ, ദെൻ ഓലിയാക് ആസിഡ്, അസിഡോൾ. ഇതൊക്കെ ആ ഒരു ഹൈഡ്രോഫോബിക് സിമൻറ്റിലുള്ള ആഡ്മിക്സ്ചേഴ്സ് ആണ്. പിന്നെ അതെന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഹൈ ഫ്രോസ്റ്റ് ആൻഡ് വെതർ റെസിസ്റ്റൻറ്റിനാണ് നമ്മൾ ഹൈഡ്രോഫോബിക് സിമൻറ്റ് യൂസ് ചെയ്യുന്നത് അല്ലേ? ഫ്രോസ്റ്റ് ആൻഡ് വെതർ റെസിസ്റ്റൻസിനാണ് നമ്മൾ ഹൈഡ്രോഫോബിക് സിമൻറ്റ് യൂസ് ചെയ്യുന്നത്. ഇവിടെ ആൻസറും ഒന്നാമത്തെ ഓപ്ഷൻ കറക്റ്റാണ്. അതുപോലെ തന്നെ 4ാമത്തെ ഓപ്ഷൻ വൈറ്റ് സിമൻറ്റ് ഈസ് ജസ്റ്റ് എ വെറൈറ്റി ഓഫ് ഓർഡിനറി സിമൻറ്റ്. അതായത് ഓർഡിനറി സിമൻറ്റിൻ്റെ കളറൊന്നും ഇല്ലാത്ത വെറൈറ്റിയാണ് ഏതെന്ന് പറയുന്നത്? വൈറ്റ് സിമൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി 2ാമത്തെ ഓപ്ഷൻ നോക്കി. റാപ്പിഡ് ഹാർഡനിങ് സിമൻറ്റ് ഈസ് യൂസ്ഫുൾ കോൺക്രീറ്റിംഗ് അണ്ടർ സ്റ്റാറ്റിക് ഓർ റണ്ണിംഗ് വാട്ടർ. അതാണോ നമ്മൾ ഈ അണ്ടർ സ്റ്റാറ്റിക് ഓർ റണ്ണിംഗ് വാട്ടറിൽ നമ്മൾ ഏത് സിമൻറ്റാണ് യൂസ് ചെയ്യുന്നത്? നമ്മൾ ക്വിക്ക് സെറ്റിംഗ് സിമൻറ്റാണ് അവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ക്വിക്ക് സെറ്റിംഗ് സിമൻറ്റാണ് നമ്മൾ അവിടെ റണ്ണിംഗ് വാട്ടറിൽ അല്ലെങ്കിൽ അണ്ടർ സ്റ്റാറ്റിക് കണ്ടീഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി 3ാമത്തതോ ക്വിക്ക് സെറ്റിംഗ് സിമൻറ്റ് ഹെൽപ്സ് ടു കോൺക്രീറ്റ് അറ്റൈൻ ഹൈ സ്ട്രെങ്ത് ഇൻ ഇനിഷ്യൽ പീരീഡ്. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റും തെറ്റാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹൗ മച്ച് വാട്ടർ ഈസ് ആഡഡ് ഇൻ സിമൻറ്റ് മോട്ടാർ ടു ഡിറ്റർമൈൻ കംപ്രസീവ് സ്ട്രെങ്ത് ഓഫ് സിമൻറ്റ്? ഓപ്ഷൻ വരുന്നത് A equal to P/4 plus 3% of total mass of cement and sand equal to 0.85 P, then 0.28 times the mass of concrete. ഓപ്ഷൻ ഡി വരുന്നത് 0.4 times the mass of cement. ഇതിലേതാണ് വരുന്നത്? ഹൗ മച്ച് ദ വാട്ടർ ഈസ് ആഡഡ് ഇൻ സിമൻറ്റ് മോട്ടാർ ടു ഡിറ്റർമൈൻ ദ കംപ്രസീവ് സ്ട്രെങ്ത് ആണ്. കംപ്രസീവ് സ്ട്രെങ്തിൻ്റെ കാര്യമാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇവിടെ ആൻസർ ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ എ ഈക്വൽ ടു P/4 plus 3% ആണ്. ഓക്കെ, കംപ്രസീവ് ടെസ്റ്റിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് പീൻ്റെ വാല്യൂ. പി എന്ന് പറയുന്നത് വാട്ടർ കണ്ടൻറ്റ് എത്രയാണ്? P/4 plus 3% ആണ്. ഓക്കെ, P/4 plus 3% ആണ്. അവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ലോഡ് എങ്ങനെയാണ്? ലോഡ് 35 Nm/mm² ആണ്. ദെൻ ആ ഒരു ലോഡ് കൊടുക്കുന്ന ആ ഒരു ഫേസ് ഏരിയ എത്രയാണ്? 50 cm² ആണ്. ഓക്കെ, 50 cm² ആണ്. ഇനി ഈ P/4 plus 3 നമ്മൾ അതുപോലെ വേറൊരു വാല്യൂ കൂടെ പഠിച്ചിട്ടുള്ളൂ. അതേതാണ്? P/5 plus 2.5% ആണല്ലേ? അത് ടെൻസൈൽ ടെസ്റ്റിൻ്റെ വാട്ടർ കണ്ടൻറ്റിനെയാണ് പറയുന്നത്. ഓക്കെ, ടെൻസൈൽ ടെസ്റ്റിൽ വാട്ടർ കണ്ടൻറ്റ് എത്രയാണ്? P/5 plus 2.5% ആണ്. ഓക്കെ, ഇവിടെ ആൻസർ ഓപ്ഷൻ എ ആണ്. എ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The cement and water slurry coming on the top and setting on the surface is called. ഓപ്ഷൻ വരുന്നത് ക്രൈസിങ്, എഫ്ലോറസൻസ്, സൾഫേറ്റ് ഡിറ്റോറിയേഷൻ, ലേറ്റൻസ്. ഏതാണ് ഇവിടെ ആൻസർ വരുന്നത്? ഓപ്ഷൻ ഡി ലേറ്റൻസ് ആണ് ആൻസർ. ഓക്കെ, ദ സിമൻറ്റ് ആൻഡ് വാട്ടർ സ്ലറി കമ്മിങ് ഓൺ ദ ടോപ്പ് ആൻഡ് സെറ്റിംഗ് ദ സർഫേസ്. ടോപ്പിൽ വരുന്ന സ്ലറിയൊക്കെ ടോപ്പിൽ വരുന്നതിനെ എന്തോന്ന് പറയുന്നു? ലേറ്റൻസ് എന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ഡെവലപ്മെൻറ്റ് ഓഫ് സ്ട്രെങ്ത് ഓഫ് സിമൻറ്റ് ആൻഡ് ഇറ്റ്സ് ഫൈനസ് ആർ. ദ ഡെവലപ്മെൻറ്റ് ഓഫ് സ്ട്രെങ്ത് ഓഫ് സിമൻറ്റ് ആൻഡ് ഇറ്റ്സ് ഫൈനസ് ആർ. ഓപ്ഷൻ വരുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ, നോട്ട് റിലേറ്റഡ്, റാൻഡംലി റിലേറ്റഡ്. ഏതാണ് ആൻസർ? ആൻസർ വരുന്നത് ഓപ്ഷൻ എ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ഓക്കെ, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അതായത് സ്ട്രെങ്ത്, ഡെവലപ്മെൻറ്റ് ഓഫ് സ്ട്രെങ്തും അതിൻ്റെ ഫൈനസും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. സ്ട്രെങ്ത് കൂടുന്നതനുസരിച്ച് അതിൻ്റെ ഫൈനസും കൂടും. ഓക്കെ, അതാണ് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
വിച്ച് ഓഫ് ദ ഫോളോവിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ് എബോവ് പോർട്ട്ലാൻഡ് പൊസലോണ സിമൻറ്റ്? ഓപ്ഷൻ വരുന്നത് എ ലോങ് ടൈം സ്ട്രെങ്ത് ഓഫ് PPC ഈ ലെസ് ആൻഡ് ഇറ്റ് ഹാസ് റെഡ്യൂസ്ഡ് ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ ആൻഡ് പെർമിയബിലിറ്റി. ബി വരുന്നത് ദ ലോങ് ടൈം സ്ട്രെങ്ത് ഓഫ് PPC ഈസ് മോർ ആൻഡ് ഇറ്റ്സ് എൻഹാൻസ്ഡ് ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ ആൻഡ് പെർമിയബിലിറ്റി. സി വരുന്നത് ദ ലോങ് ടൈം സ്ട്രെങ്ത് ഓഫ് PPC ഈസ് മോർ and it is reduced heat of hydration and permeability. D വരുന്നത് the long time strength of PPC is less and it has reduced heat of hydration and enhanced permeability. ഓക്കെ, ഇത് ഏതാണ്ട് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് കേട്ടോ. സി ആണ് ആൻസർ. അതായത് ലോങ് ടൈം സ്ട്രെങ്ത് ഓഫ് PPC ഈസ് മോർ ദാൻ ആൻഡ് ഇറ്റ് റെഡ്യൂസ്ഡ് ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ ആൻഡ് പെർമിയബിലിറ്റി. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ? താഴെ തന്നിരിക്കുന്നത് ശരിയായ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻ എ വരുന്നത് റാപ്പിഡ് ഹാർഡനിങ് പോർട്ട്ലാൻഡ് സിമൻറ്റ് പൊസസസ് ലെസ് C3S ആൻഡ് മോർ C2S ദാൻ ദ ഓർഡിനറി പോർട്ട്ലാൻഡ് സിമൻറ്റ്. ബി വരുന്നത് ലോ ഹീറ്റ് പോർട്ട്ലാൻഡ് സിമൻറ്റ് ഹാസ് ലോ പെർസെൻറ്റേജ് ഓഫ് C3A ആൻഡ് മോർ C3S ആൻഡ് ലെസ് C2S. ഓപ്ഷൻ സി വരുന്നത് സൾഫേറ്റ് റെസിസ്റ്റിംഗ് സിമൻറ്റ് ഹാസ് C3A കണ്ടൻറ്റ് ബിലോ 5%. ഡി വരുന്നത് ഇൻ പോർട്ട്ലാൻഡ് ബ്ലാസ്റ്റ് ഫർണൈസ് സിമൻറ്റ് ദ പ്രൊപ്പോർഷൻ ഓഫ് സ്ലാഗ് ബീയിങ് നോട്ട് ലെസ് ദാൻ 15% ഓർ മോർ ദാൻ 75% ബൈ വെയ്റ്റ് ഓഫ് സിമൻറ്റ്. ഇതിൽ ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ്? സി ആണ് ആൻസർ. ഓക്കെ, സൾഫേറ്റ് റെസിസ്റ്റിംഗ് സിമൻറ്റ് ഹാസ് C3A കണ്ടൻറ്റ് ബിലോ 5%. സൾഫേറ്റ് റെസിസ്റ്റിംഗ് സിമൻറ്റ് നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ കണ്ടതാണ്. അവിടെ C3A എന്ന് പറയുന്നത് ബിലോ 5% ആയിരിക്കും. ഓക്കെ, ഷുഡ് ബി ലെസ് ദാൻ 5% ആയിരിക്കും. ഓക്കെ, സോ അതാണ് ആൻസർ. Then next question, which of the following type of cement gives 1 day strength that is equal to 3 day strength of OPC with the same water content? ഓപ്ഷൻ വരുന്നത് ഓർഡിനറി പോർട്ട്ലാൻഡ് സിമൻറ്റ്, റാപ്പിഡ് ഹാർഡനിങ് പോർട്ട്ലാൻഡ് സിമൻറ്റ്, പോർട്ട്ലാൻഡ് പൊസലോണ സിമൻറ്റ്, പോർട്ട്ലാൻഡ് സ്ലാഗ് സിമൻറ്റ്. ഏതാണ് ആൻസർ? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി റാപ്പിഡ് ഹാർഡനിങ് സിമൻ്റ് ആണ്. ഓക്കെ, റാപ്പിഡ് ഹാർഡനിങ് പോർട്ട്ലാൻഡ് സിമൻ്റ് ആണ് ആ ഒരു രീതി നമുക്ക് സ്ട്രെങ്ത് തരുന്നത്. അതായത് 3 days സ്ട്രെങ്ത് OPC 3 days സ്ട്രെങ്തിന് ഈക്വൽ ആണ് റാപ്പിഡ് ഹാർഡനിങ് സിമൻറ്റിൻ്റെ ഒരു ദിവസത്തെ സ്ട്രെങ്ത്, 1 day സ്ട്രെങ്ത്. അതുപോലെ തന്നെ ഓർഡിനറി പോർട്ട്ലാൻഡ് സിമൻറ്റിൻ്റെ 7 days സ്ട്രെങ്തിന് ഈക്വൽ ആണ് റാപ്പിഡ് ഹാർഡനിങ് സിമൻറ്റിൻ്റെ 3 days സ്ട്രെങ്ത് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മളെ ക്വസ്റ്റ്യൻ. അപ്പം ഇനിയും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ നേരത്തെ തന്നെ വീഡിയോ മുമ്പേ ചെയ്തിട്ടുള്ളതാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാനിവിടെ ഐ ബട്ടണിലോ അല്ലെങ്കിൽ ലാസ്റ്റോ കൊടുത്തിരിക്കാം. സോ അത് വേണ്ടവർ കാണുക. അതുപോലെ തന്നെ സിമൻറ്റിൽ കുറച്ച് IS കോഡുണ്ട്. IS കോഡ് നമ്മൾ ചാനലിൽ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ അതുപോലെ തന്നെ ബോക്സ് കോമ്പൗണ്ട് അതിൻ്റെ ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ ആ റേഞ്ച് എല്ലാം നോക്കിക്കൊണ്ട് പോകണം. അതിൽ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ മസ്റ്റാണ്. സോ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് അറിയിച്ചാൽ മതി, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അതോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.